അപ്പൊ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങള്? ഇതാണ് നമ്മുടെ മിയാസാക്കി മാങ്ങൻ്റെ കളറ് കണ്ടോ. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം കളറല്ലേ നോക്കുക. സെയിം കളർ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലി ആണോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇത് മാവിൽ നിൽക്കുന്നതും നമുക്ക് കാണിക്കാം. ഇത് കണ്ടോ, നീ 3 അടി ഒരു 4 അടിക്കുള്ളിൽ ഈ ഹൈറ്റ് മുതൽ നമ്മുടെ അടുത്ത് ഇതിലിപ്പോൾ മാങ്ങ കാഴ്ച നിൽക്കുകയാണ്. ഇതൊന്നും നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും വേണം, ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. എൻ്റെ അടുത്ത് നിങ്ങൾ ഇപ്രാവശ്യം ഒരു 500 രൂപയ്ക്ക് ഞങ്ങൾ 600 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് കൊണ്ടുവച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഇതുപോലെ മാങ്ങണ്ടാവും. ഞാനിപ്പോൾ ഗ്യാരണ്ടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി അതല്ല, ആ മാവ് അടുത്ത വർഷങ്ങൾ ഒരു പോട്ടിൽ വെച്ചിട്ട് എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ 600 2000 രൂപ അങ്ങോട്ട് തരാം. ഇത് നാംഡോക്കുമൈൻ്റെ ഗോൾഡാണ്. ഇതിലിപ്പോൾ നമുക്ക് ധാരാളം ഫ്ലവർ വന്ന് ഇപ്പോൾ ഈ കാലി കിടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മളെ മാവ് പോയതാണ്. ഇതിനി വേറെയും സ്ഥലത്തും നമ്മളടുത്ത് ഈ പ്ലാന്റ് ഉണ്ട്. 100 കണക്കിന് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നീ 3 അടി ഒരു 4 അടിക്കുള്ളിൽ ഈ ഹൈറ്റ് മുതൽ നമ്മളടുത്ത് ഇതിലിപ്പോൾ മാങ്ങ കാഴ്ച നിൽക്കുകയാണ്. ഇതൊന്നും നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിൽ ഈ ഒരു മാവിൽ മാത്രം ഇപ്പോൾ 6 മാങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട്. വേറെ എപ്പോഴും കണ്ടോ ഫ്ലവർ, ഇപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നന്നായിട്ട് ഏത് ടൈമിലും ഫ്ലവർ വന്നുകൊണ്ടുണ്ട്. ഒരു ബാച്ച് മാത്രമല്ല. പിന്നെ ഇത് ഇനി നോക്കൂ, ഇതുപോലെ ബുഷായ ചെടികൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഏത് വലിപ്പമുള്ളതും, അതായത് 15 അടി വരെ നീ ഓരോ പ്ലാന്റും കാണിച്ചോ വ്യത്യസ്ത ഹൈറ്റേക്കാരം. നമ്മളെന്താ പറയുക, ഒരേ ഹൈറ്റിൽ പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് പല ഹൈറ്റും ഏത് ആവശ്യക്കാർക്കും, അതായത് ഇതിനുള്ള നമ്മളെ അടുത്തുള്ള ചെടികളുടെ പ്രത്യേകത അതാണ്. മറ്റേത് ഒരേ ഹൈറ്റിൽ ഇപ്പോൾ ഞാൻ 4 അടി വെച്ച് പ്രൂൺ ചെയ്താൽ ആ ഹൈറ്റിലുള്ളതിൽ കിട്ടുള്ളൂ. ഇതുപോലെ കുറച്ച് ഹൈറ്റുള്ള ഒരാൾക്ക്, കുറച്ച് ഒരു മണ്ണിലൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും കുറച്ച് ഹൈറ്റുള്ള ചെടികളാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ചുവടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം. അതുപോലെ ആൾക്കൊന്ന് അല്ലെങ്കിൽ നമ്മൾ ചോട്ടിലൂടെയുള്ള സഞ്ചാരമൊക്കെ നമുക്ക് ബ്ലോക്ക് ആവുന്നതാണ്. അപ്പോൾ എത്ര വലിയ മാവ്, ഇതിൻ്റെ സൈസ് നോക്കി കാരണം എനിക്ക് പിടിച്ചാൽ പിടി അടങ്ങുന്നില്ല. കണ്ടുണ്ടല്ലോ, എൻ്റെ കയ്യിൽ എവിടെയും ഞാൻ ലൂസാക്കി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ നന്നായിട്ട് വണ്ണമുള്ളതും ബുഷായതും ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഇനി ഏത് ഹൈറ്റിലും ഉണ്ട്. 15 അടി വരെ ഹൈറ്റ് കിട്ടും. അത് മാങ്ങ ഇതിലുണ്ട്, ചെറിയ മാങ്ങ ഉണ്ടോ. പിന്നെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനകത്ത് ഫ്ലവർ ഇതിപ്പോൾ പുതിയ ഫ്ലവർ, അത് ഇപ്പോഴും ഫ്ലവർ ചെയ്യാൻ സാധ്യത ഉണ്ട് പറയുമ്പോൾ ആളുകൾ പറയും കഴിഞ്ഞില്ലേ ഫ്ലവറിങ് ടൈം. ഫ്ലവറിങ് കഴിഞ്ഞിട്ടില്ല. അത് കണ്ടോ, ഇത് ഫ്ലവറിങ് ഇപ്പോഴും എൻ്റെ വീട്ടിലുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഫുള്ള് മാങ്ങ ആയതിൽ മാങ്ങ വരാത്ത കമ്പുകൾ വീണ്ടും ഫ്ലവർ ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ നമ്മൾ മണ്ണിൽ വെച്ചിട്ടുണ്ട്. മോശപ്പെട്ടാണെങ്കിൽ നമ്മളൊന്നും വെക്കൂലല്ലോ. നമ്മൾ നല്ല വെറൈറ്റി ഫ്ലവർ ഉണ്ടോ, ഇതിലൊക്കെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മൊത്തം ഈ സീസണിൽ തന്നെ നമുക്ക് ഫ്ലവർ ചെയ്താൽ 1 2 അല്ല നമ്മൾ കാണിക്കുന്നത്. എല്ലാം കാണിക്കുന്ന എല്ലാത്തിനും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അല്ലാത്തത് വരും മൊത്തം. എല്ലാതും ഫ്ലവർ ചെയ്യും എന്നുള്ളത് ഞാൻ പറയുന്നത്. അത് ഫ്ലവർ ചെയ്താണ്. ഇതാ ഫ്ലവർ. ഇനി രജിത് പുറത്തുനിന്നോളൂ, ഇതാ ഫ്ലവർ. അടുത്ത മാവ് ഇനി ഇതാ. ഇതിലിപ്പോൾ ഫ്ലവർ വന്നിട്ട് പിടിച്ചിട്ടില്ല. അതാ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതാ മാങ്ങ പിടിച്ചതന്നെ. അതാ ഫ്ലവർ വന്നതാണ്. അങ്ങനെ നിറയെ ഇതാ. ഇനി ഇതാ ഇതിൽ പുതിയ ഫ്ലവർ ആയിരുന്നു. നോക്ക്, ഇതെല്ലാം ഇനി ഫ്ലവർ ഇല്ലാത്തതാണെങ്കിലും അതിനകത്ത് ഇപ്പം ഈ സീസണിൽ തന്നെ ഫ്ലവർ വരും നമ്മൾ പറയാനുള്ള കാരണം അതാ. ഇതാ നോക്കൂ, പുതിയ ഫ്ലവർ നിറച്ച് നല്ല കൊല തീക്കുള്ള. ഇതിലിപ്പോൾ ഒരു പ്രാവശ്യം ഫ്ലവർ വന്നിട്ട് മാങ്ങ പിടിച്ചിട്ട് ഇത്രയും വലിപ്പം ആയതിൻ്റെ ശേഷം ആണ് ഇപ്പം ചാടിയില്ല. പക്ഷേ ഇനി അത് വേറെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിൽ പൂക്കും, അതിൽ ബേജാറാവാനില്ല. കാരണം എന്താ വെച്ചാൽ അത് എന്തായാലും ഫ്ലവർ ചെയ്യും, മാങ്ങ പിടിക്കണ വരെ ചെയ്യും. ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇതിപ്പോൾ നമുക്കൊരു 600 രൂപ മുതൽ 2750 രൂപ വരെയാണ് നമ്മൾ ഫ്ലവർ ചെയ്ത മാവിന് വാങ്ങിക്കുന്നത്. ഫ്ലവർ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 2750. മാങ്ങ കാഴ്ച വന്നതിന്, മാങ്ങയായിട്ട് നിൽക്കുന്നതിന് നമുക്ക് അതിലേറെ ഒരു മോഹവിലയായിട്ട് തരേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ? ഇതാണ് നമ്മുടെ മിയാസാക്കി മാങ്ങൻ്റെ കളറ് കണ്ടോ. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം കളറല്ലേ നോക്കുക. സെയിം കളർ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലി ആണോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇത് മാവിൽ നിൽക്കുന്നതും നമുക്ക് കാണിക്കാം. ഇവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് നോക്കൂ. ഇത് ഫസ്റ്റിൽ ഇത് ഇങ്ങനെയാണ് മൂക്കുന്ന വരെയുള്ള കളറ്. ഇത് മൂത്ത് പഴുക്കാൻ തുടങ്ങുമ്പോൾ ഈ കളറിലേക്ക് ചേഞ്ച് ആവുകയാണ്. ഇതിലേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി. ഇവിടെ ഇങ്ങനെ കുറച്ച് മാറ്റം കാണുന്നുണ്ടല്ലോ. ഇനി ഇത് മൊത്തത്തിൽ ഈ കളർ വന്ന് നമ്മുടെ ഈ കളറിലേക്ക് അത് വരും. കണ്ടോ, ഇങ്ങനെ ഒന്ന് പൊടി പോകുമ്പോൾ കണ്ടോ കളർ മാറി വരുന്നുണ്ടോ. അല്ല, ഇത് നമ്മൾ ഒറിജിനൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്രയും പണിപ്പെടുന്നത്. കാരണം ഇത് നന്നായിട്ട് കായ്ക്കുന്നത്. എത്ര ചെറിയ മരങ്ങളാണെന്ന് നോക്കൂ.
ഇതൊക്കെ ഇനി ഇതാ ഇത് നമ്മളെ പഴയ നെറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണിത്. നമ്മൾ സെയിം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടാഗിലില്ല. അന്ന് നമുക്ക് ശരിക്കും ഈ ഫോട്ടോ എടുത്തിട്ടാണ്, ഈ സാധനം എടുത്തിട്ടാണ് ഈ ഫോട്ടോ എടുത്ത് തോന്നുന്നു. അത്രയും സെയിം. അത്രയും ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അന്നൊക്കെ ആളുകൾ ഇത് കളർ കൊടുത്താണ്, ഇവിടെ ഉണ്ടാവില്ല, ഈ ജപ്പാനിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്നതായിട്ട് ആ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു മാവ് ഇവിടെ നിന്ന് നോക്കൂ, ഈ ഒരു മാവ് ഇതിൽ 6 മാങ്ങ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ തരാം. 6 എണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു വളരെ പെട്ടെന്ന് മൂത്ത് പഴുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി മാങ്ങ, അതായത് കണ്ണിമാങ്ങയിൽ നിന്ന് പഴുക്കുന്നതിനെക്കാട്ടി സ്പീഡായി, വളരെ സ്പീഡ്. അതായത് ഇപ്പം നമ്മൾ ഈ നാംഡോക്കുമായി ഒക്കെ നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂടെ ഉള്ളതാണത്. അന്ന് അതും കണ്ണിമാങ്ങ നമ്മൾ വീഡിയോയിൽ കാണിച്ചാണ്. കണ്ട ആളുകൾക്ക് തന്നെ അറിയാം, നമ്മുടെ പിന്നെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം ഇതിൻ്റെ കൂടുതൽ. അതൊന്നും ഇപ്പോഴും പഴുത്തിട്ടില്ല. ആ കിങ് ഓഫ് ചക്കപ്പത്താണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ എടുത്തതാണത്, ഇതിൻ്റെയൊക്കെ കൂടെ ഉണ്ടായതാണ്. പക്ഷേ അത് പെട്ടെന്ന് പിന്നെ സിന്ദൂരം. പക്ഷേ ഇത് നമ്മൾ ഈ സമയമായപ്പോഴേക്കും ഇതിലുള്ളത് തീർന്നു പോയി. മാങ്ങ ഫുള്ള് പഴുത്ത് കൈ കിട്ടും. പഴയ സ്പീഡാണിത്. ഇത് അറുത്ത് വെക്കേണ്ട. നീ ഇത് നോക്കൂ, നെറ്റിയിൽ ഇതുണ്ട് ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക, ഈ ചൊണ എന്ന് പറയുന്ന സാധനമാണ്. ഇങ്ങനെ ഇത് നമ്മൾ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ പഴം നമ്മൾ ഇന്ന് രാവിലെ അറുത്ത്, ഈ പഴം നമ്മൾ പിന്നെ പറിച്ചു വെച്ച് പഴുപ്പിച്ചതല്ല എന്ന് കാണിക്കാനാണ്. ഏതൊരാൾക്കും ഇത് നമ്മൾ ഇതിൽ നിന്ന് പഴുത്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാം 100%. ഇങ്ങനെ മരത്തുനിന്ന് കിട്ടിയതാണ് നമുക്ക്. ഇങ്ങനെ ആയിട്ടേ നമ്മൾ ഇറക്കാറുള്ളൂ. ഇതിപ്പോൾ എട്ട് മാങ്ങ നമുക്ക് 8-9 മാങ്ങ കിട്ടി. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രം 6 എണ്ണം ഉണ്ട്. മിയാസാക്കി നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണല്ലേ? അതെ അതെ, കട്ട് ചെയ്താലോ? കട്ട് ചെയ്ത് ഇനി രഞ്ജിത്തിനും പറയണം എന്താണ് ഇതിന്റെ അഭിപ്രായം. ഞാൻ കഴിച്ചു, ഞാനൊരു 5-8 മാങ്ങ കഴിച്ചു. കാരണം നോയമ്പ് അത് കാരണം രാത്രിയെ കഴിക്കുന്നത്, അതുകൊണ്ട് ഷൂട്ടിങ് കുറവല്ലേ. പക്ഷെ ഇക്കാന്റെ ചാനൽ ഒന്ന് ഇട്ടിട്ടുണ്ട്. അതെ, അത് നമ്മളതിലൊന്ന് ചെറുതായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ആ ലിങ്ക് ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇക്ക ഒന്ന് കട്ട് ചെയ്താലോ? കട്ട് ചെയ്യോ, തീർച്ചയായിട്ടും. ബ്ലേഡ് പോലെയാണ് ഉണ്ട്. ഇതാണോ, ഇത് നമ്മൾ നെറ്റിനെ ചാരിയാണ് കട്ട് ചെയ്യുന്നത്. നേരെ നമുക്ക് അതേ അളവിൽ തന്നെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അതേ ഡിഗ്രിയിൽ തന്നെ പോകുന്നത് കേട്ടോ. അത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ ഡിഗ്രി കണ്ടോ. അത് സീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സീഡാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം നമ്മൾ സീഡിനോട് അത്രയും അടുത്ത് പൂണ്ടെടുത്തിട്ടുള്ള ആ ഒരു മാങ്ങയുടെ പീസാണ് കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് പൂണ്ടെടുക്കാം. ചെറിയൊരു പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ പൂണ്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ജ്യൂസിയാണ് കേട്ടോ, നല്ല രീതിയിൽ ജ്യൂസിയാണ്. നമുക്ക് കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇതിന്റെ ഒരു കാമ്പ് കനം നല്ല തൊലി ഇല്ലല്ലേ, തീരെ തൊലിക്കട്ടില്ല കേട്ടോ. ഇതുണ്ടോ തൊലി, ഇത്രയും ചെറിയൊരു മാങ്ങല് കണ്ടോ, ഇത്രയും കനമുണ്ട്, ഇത്രയും കനുണ്ട് കാമ്പ്. ഈ ഒരു ഇതുണ്ടോ, ഇത്രയും കനുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് ഇതുണ്ടോ, ഓപ്പോസിറ്റേക്ക് ഈ തൊലിക്കട്ടിയാണ് കാണിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ എടുക്കാട്ടോ. ഇത്രയും ലുക്കാട്ടോ. ഇത് കണ്ടോ, ഒന്നും പറയല്ലോ കേട്ടോ. ഇതാണ് ഒരു മാങ്ങ. അത്രയും 100% നമുക്ക് പറയാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. തൊലി ചെത്തേണ്ട ആവശ്യമില്ല. കണ്ട ഈ തൊലി ഇങ്ങനെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഞാൻ തൊലി കഴിക്കാനും ടേസ്റ്റാണ്. കുട്ടികളെ തൊലി അടക്കം കഴിച്ചിരുന്നു. നമ്മളെ ക്യൂബായിട്ട് ഇതങ്ങ് എടുക്കാം. കാരണം തീരെ നാരില്ല. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, തീരെ നാര് ഒട്ടും തന്നെ ഇല്ല. നമുക്കൊരു ഐസ്ക്രീം കഴിക്കുന്ന അതേ ഫീലിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കഴിച്ചു. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുന്നതാണ്. ഈ ഒരു മാങ്ങ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ മാവ് കർഷകർക്കൊക്കെ കാർഷിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഈ മറ്റ് ആളുകൾ പറയുന്ന പോലെ ഇത് 3.5 ലക്ഷം രൂപ കിട്ടും, അപ്പോൾ 3.5 ലക്ഷം റുപ്യ കിലോന് പ്രതീക്ഷിച്ചൊന്നും ആരും ഇത് ചെയ്യണ്ട. നമ്മൾ നല്ലൊരു വെറൈറ്റിയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ മാങ്ങയൊക്കെ കണ്ടോ നീ, ഇത് നാംഡോക്ക് ഗോൾഡാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഇത് വേറെ ഏതോ വെറൈറ്റി എനിക്ക് അറിയാത്തൊരു മാങ്ങയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് കിങ് ഓഫ് ചക്കപ്പത്താണ്. ഇതിപ്പോൾ കവറിനകത്താണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ സിന്ദൂര മാങ്ങ. ഇങ്ങനെ ഈ പറഞ്ഞ മാവുകളുടെ ഒക്കെ കൂട്ടത്തിൽ അതിൻ്റെ അതേ വലിപ്പത്തിൽ അതേ സമയത്ത് കാഴ്ചതായിരുന്നു ഇതിൽ മിയാസാക്കി. 6ഓളം മാങ്ങ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് നിനക്ക് ആ ഫോട്ടോ കിട്ടിയില്ലെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് അയച്ചു തരുന്നത്. അപ്പോൾ നീ വരുമ്പോഴത്തേക്കിനെ ഇതിൽ മാങ്ങ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ട് ഇപ്പോൾ മാങ്ങ കഴിഞ്ഞിട്ട് എത്ര സമയമായി ഇതിൽ നിന്നുള്ളത്, പഴുത്ത് കഴിഞ്ഞിട്ട് ഇത് ഞെട്ടി ഉണങ്ങിപ്പോയി, പുതിയ തഴു വന്നു ഞെട്ടിയുള്ള ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇത് എത്രയോ നേരത്തെ ഇത് കായ്ച്ച് കായ്ക്കുക എന്നുള്ളത് ഒരേ സമയത്ത് കായ്ച്ചത് മൂത്ത്
അതിൻ്റെ പഴുത്തു എന്നുള്ളതിന് ഒരു തെളിവാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു മാമ്പഴമാണെങ്കിലും മാമ്പഴ കർഷകനാണെങ്കിൽ അയാൾക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവിന് വേണ്ട ക്വാളിറ്റി ഏറ്റവും ഫസ്റ്റ് കായ്ക്കുക എന്നുള്ളതാണ്. അതല്ലേ, ഏറ്റവും ഫസ്റ്റ് കായ്ച്ച് ഏറ്റവും ഫസ്റ്റ് അത് പഴുത്ത് മാർക്കറ്റിലെത്തുമ്പോഴാണല്ലോ, മറ്റു മാങ്ങകൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണല്ലോ മാർക്കറ്റിൽ വില ഇടിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്കിത് എത്തിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ കൂടെയുള്ള മാങ്ങകൾ ഇപ്പോഴും മൂപ്പെത്താതെ അല്ലെങ്കിൽ പഴുക്കാതെ നിൽക്കുമ്പോൾ മറ്റ് വെറൈറ്റികൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ മിയാസാക്കി മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ നീ തന്നെ വന്നതിന് ശേഷം ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിലൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ആകെ ഈ ഒരൊറ്റ മാങ്ങയും കൂടെ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോകുന്നു നമുക്ക്. അപ്പോൾ ആ കർഷകന് നന്നായിട്ട് വില കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്ത് പുറത്ത് കാണാൻ നല്ല നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ ആ സാധനം ആളുകൾ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിച്ചു പോകാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഒരു കളർഫുള്ളായ ഒരു മാങ്ങയാകുമ്പോൾ അത് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടും, അതിൻ്റെതായ റേറ്റും കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് നാര് കുറവാണ്, നല്ല സ്വീറ്റിയാണെന്ന്. ഇപ്പോൾ നാര് കുറവാണെന്നല്ല, നാരില്ല. പിന്നെ സീറ്റിയാണെന്ന് നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മാങ്ങക്ക് അത് അടുത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഡ്രമ്മിലാണ് നമ്മളിപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഒരു 10-20 മാങ്ങ ഇപ്പോൾ ഇവിടെ നമ്മൾ കായ്പ്പിച്ചെടുത്തു. പിന്നെ പുഴുക്കേടില്ല, മാവിൽ നിന്ന് തന്നെ മാങ്ങ പഴുക്കുന്നു. പിന്നെ ഒരു കർഷകന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് വേണ്ടതാണ് അഡ്വാൻസ്, പെട്ടെന്ന് പഴുക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് മൂത്ത് നമുക്ക് മാങ്ങ കിട്ടുക, പുഴുക്കേടില്ലാതെ കിട്ടുക, നല്ല കളറ്, ഉള്ളിലും കളറ്, അതുപോലെ തന്നെ കാമ്പ്. പിന്നെ നമുക്ക് എടുത്തു പറയണം, പെട്ടെന്ന് കിട്ടില്ല, എടുത്തു പറയാനുള്ളത് തന്നെ സീഡ് വളരെ കനം കുറഞ്ഞ് ബ്ലേഡ് പോലെ എന്ന് പറയാം. നീ കണ്ടില്ല ആ മാങ്ങ അത്ര പോകുന്നൊരു മാങ്ങയിൽ നിന്ന് അത്ര കട്ടിയുള്ള കാമ്പ് കിട്ടിയില്ലേ, അത് ജനങ്ങൾ കണ്ടതല്ലേ വീഡിയോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുമോ സീഡ് അത്ര കനമുണ്ട് എന്നുള്ളത്. സീഡ് അത്രയും കനം കുറവ്. പിന്നെ നമുക്ക് മിയാസാക്കി ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം, നമ്മളൊരു സാധാരണക്കാരായ ഒരാൾക്ക് നമുക്കിത് ഒരു മാവിനെ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ സെർച്ച് ചെയ്യും. അതിൽ സെർച്ച് ചെയ്തിട്ട് നമ്മളൊരു മിയാസാക്കിയെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഞാൻ നേരത്തെ ഇതിൽ ടാഗ് അടിക്കാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കൊണ്ട് അടുത്ത് വന്നു, നേരത്തെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫോട്ടോ ആണ്, മിയാസാക്കിയുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് നെറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഒന്ന് നോക്കൂ, ഈ മാങ്ങ ഒന്ന് നോക്കൂ, ഈ മാങ്ങയും ലീഫുള്ള അതേ ലീഫാണ് നമ്മുടെ ഈ ചെടിയിലുള്ളത്. ഒന്ന് നോക്കൂ, സെയിം അതേ ലീഫാണുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്ക് മാങ്ങയുടെ കളറും കിട്ടിയില്ല അല്ലേ. നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വെച്ച് ഒപ്പം ഫോട്ടോ എടുത്താണല്ലേ, കാരണം ഒരേ സാധനമാണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിത് മിയാസാക്കി തന്നെയാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. പിന്നെ ഒരു പ്രത്യേക, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം 3.5 ലക്ഷത്തിൻ്റെ 4 ലക്ഷത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ മാങ്ങ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേക ഒരു കമ്പനി എടുത്ത് അതിനെ പ്രത്യേക രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ഒരു മാവിൽ 1-2 മാങ്ങയൊക്കെ നിർത്തി പോളി ഹൗസ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അത് വലിയ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ നമ്മളൊരു ഷർട്ടാണെങ്കിലും ഈ ഷർട്ട് സാധാരണ ഒരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു റേറ്റും, നല്ല ബ്രാൻഡഡ് ആയിട്ടുണ്ടായ ഒരു കമ്പനി ഇതേ ലിനൻ്റെ ഷർട്ട് ഇതേ ക്വാളിറ്റി ഇതേ മെറ്റീരിയൽ വെച്ച് ചെയ്താലും ഇതിൻ്റെ റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ബ്രാൻഡിൻ്റെ അത് അവർ ബ്രാൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് മിയാസാക്കി അല്ല എന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന ആരും ആ മിയാസാക്കി കഴിച്ചിട്ടില്ലല്ലോ. 3.5 ലക്ഷത്തിൻ്റെ പഴം വാങ്ങി കഴിച്ച ആരുമല്ല പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നതോ ഞാനും അത് കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നതോ നമുക്ക് കിട്ടാവുന്ന തെളിവുകളിലുള്ള അതേ സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന്. ഒന്ന്. രണ്ടാമത് പറയുന്നത്, ഇനി ഇതൊക്കെ വിട്ടാലും നല്ലൊരു മാവിനമാണ്. ഇതൊക്കെ വിട്ടാലും ഇതുവരെ കാണാത്തയും കേൾക്കാത്തയും അത്രയും നമ്പർ 1 ആയിട്ടുള്ളൊരു മാവിനാണ്. അതിലും യാതൊരുവിധ സംശയം. അപ്പോൾ ഒരു കാരണവശാലും ഇതിനെ അകറ്റി നിർത്തേണ്ട ഒരു കർഷകൻ അല്ലെങ്കിൽ മാവ് ഇഷ്ടമുള്ള ഒരാൾ ഇതിനെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നല്ലൊരു ഇനായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ 3.5 ലക്ഷം രൂപേൻ്റെ മാങ്ങയാണ്. ഇത് നമ്മൾ അവകാശപ്പെടാൻ പോകുന്നില്ല. ഇതൊരു കിലോ കിട്ടിയാൽ 3.5 ലക്ഷം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 10-20ഓളം മാങ്ങ ഉണ്ടായി. അത് ഞാൻ 3.5 ലക്ഷം വെച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 സെൻറ്റ് സ്ഥലം കൂടി മാങ്ങ. പക്ഷെ അതിന് നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്നും ഒരു ലോജിക്കല്ല. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ കായ്ക്കുന്ന ഇനം, നല്ലൊരു ഇനം, ഇനിയിപ്പോൾ മിയാസാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റിലും ഇതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നൊരു ഇനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വില കർഷകർ കിട്ടും. പിന്നെ ഫസ്റ്റ് കാഴ്ച നമുക്ക് പെട്ടെന്ന് പഴുത്തൊക്കെ കിട്ടുന്നത് കാരണം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിനൊക്കെ നല്ല ഒരു സാധ്യത ഉള്ള സമയമാണല്ലോ, ഓൺലൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് ഒരു കാർഷികാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ അതല്ല എന്ന് പറയുന്ന ആളുകളും ഒരിക്കലും ഇത് മറ്റേ 3.5 ലക്ഷം റുപ്യക്ക് വാങ്ങി കഴിക്കുകയെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനെ വെറുതെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി പറയുന്നതായിട്ട് ഞാൻ
മനസ്സിലാക്കുന്നത്. പിന്നെ അവർ ഈ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കർഷകരുടെ മാവ് കർഷകരുടെ എന്താ പറയുക മാവ് കർഷകരുടെ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു നമുക്കെല്ലാം അറിയാം എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. പക്ഷേ അവരൊരിക്കലും ഇത് റിവ്യൂ ചെയ്ത് കാണിച്ചിട്ട് അവരൊക്കെ ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരൊക്കെ ചെയ്യേണ്ടത് റിവ്യൂ ചെയ്ത് കാണിച്ചിട്ട് ഇത് നല്ല കൊള്ളാവുന്നൊരു മാവാണെന്നെങ്കിലും അംഗീകരിച്ച് വിടുക, സാധാരണക്കാരായ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ തൈകളായിട്ടില്ല. ഇപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കാൻ മാക്സിമം നമുക്ക് ഒരു 1000 രൂപേൻ്റെ പ്ലാന്റേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം മുമ്പൊക്കെ ഈ സാധനം ഇവിടെ നമുക്ക് ഇതിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം, ഭയങ്കര വില ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ് ഒന്നിച്ച്. അന്ന് ഞാൻ 18,75,000 റുപ്യക്കാണ് കൊൽക്കത്തയിൽ നിന്ന് ഒരു ലോഡ് എടുത്തിട്ടുള്ളത്. ആ ലോഡ് എടുത്തിട്ട് അതിൽ വന്ന വെച്ച പ്ലാന്റുകളാണ് ഇതൊക്കെ. അന്ന് നമ്മളിത് വളർത്തി വലിയ കവറിലോട്ട് വെക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-700 രൂപ എനിക്ക് ചിലവാണ്. ഒരു 600-650 രൂപയോളം എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ വെച്ച് വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിതൊരു 3 വർഷം ഇതിനെ ജോലിക്കാരെ വെച്ച് നമ്മൾ സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ 2,750 ഞാനൊരു പ്ലാന്റിന് വാങ്ങിക്കുന്നത്. അത് എൻ്റെ ഒരു വർക്കിംഗ് കോസ്റ്റ് എന്നുള്ള രൂപത്തിൽ വാങ്ങിക്കുള്ളൂ. ഞാനിതിൻ്റെ ഒരു പാഷൻ ഉള്ള ഒരാളായതുകൊണ്ട് ഇറങ്ങിയതുമാണ്. അല്ലാതെ എനിക്ക് കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നഴ്സറി നടത്തേണ്ട ഒരു സിറ്റുവേഷനിലുള്ള ഒരാളല്ല ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം. പല ആളുകളും ഇപ്പോൾ ഈ നഴ്സറിക്കാരെ ആക്ഷേപിക്കുന്നതൊന്നും ശരിയല്ല. ഇപ്പോൾ ഇത് നഴ്സറിക്കാരൊക്കെ കള്ളന്മാരാണ്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതിൽ വന്നത് കേട്ടോ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കാരണം നഴ്സറിക്കാർ മൊത്തം കള്ളന്മാരാണ്, അവരൊക്കെ കളവാണ് പറയുന്നത്, എല്ലാവരും ഇത് അതല്ല ഇതല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. നഴ്സറിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്, പക്ഷേ സാധാരണ ആളുകൾ നഴ്സറി നടത്തുന്നത് അവരുടെ കുട്ടികളെയും മക്കളെയും മക്കളെയും കുട്ടികളെയും അതുപോലെ തന്നെ ഉമ്മാനെയും വാപ്പാനെയും കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരൊരു തൊഴിലായിട്ട് സ്വീകരിച്ചതാണ് നഴ്സറി. മറ്റൊരു തൊഴിലില്ലാത്തുമ്പോൾ അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൈകളും, അതിൽ കുറേ ആൾക്കാർ പാഷനായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കുറേ ആൾക്കാർക്ക് അവർ കഷ്ടപ്പാടിന് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും അതിനകത്ത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ തെറ്റ് പറ്റിയേക്കാം. കാരണം അത് പല സ്ഥലത്തുനിന്ന് വരുന്ന സാധനങ്ങൾ പലരും പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഐഡൻറ്റിറ്റി ചെയ്യാനുള്ള അത്ര കഴിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അവർക്ക് സംഭവിക്കാം. പക്ഷെ അതൊക്കെ ആ രീതിയിൽ വിടുകയല്ലാതെ മൊത്തം നഴ്സറിക്കാർ കള്ളന്മാരാണ്, നഴ്സറിക്കാർ അത് പറയും ഇത് പറയും എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം ലാഭത്തിന് വേണ്ടി അത്രത്തോളം ആളുകളെ നമ്മൾ താറടിക്കാൻ പാടില്ല. ഏത് മേഖലയിലാണെങ്കിൽ അവർ കളവൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ കളവും ലൈംഗിക തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് അത്രയൊക്കെ ആളുകളെ വരെ നമുക്കിന്ന് വിമർശിക്കാൻ പറ്റാത്ത കാലത്ത് നമ്മൾ ഈ നഴ്സറിക്കാരെ അടച്ച് വിമർശിക്കുന്ന ഒരു സ്വഭാവം എന്താണെങ്കിലും ഇത്തരം നമ്മളെ ആളുകൾ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം കാട്ടിമൂണാണ്. കാട്ടിമൂണിൻ്റെ നല്ല അടിപൊളി പ്ലാന്റുകൾ നമ്മളിവിടെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു താല്പര്യക്കാർ വന്നാൽ നമുക്ക് കൊടുക്കും ചെയ്യാം. ഒത്തിരി പ്ലാന്റ് ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയതാണ്. 100 കണക്കിന് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഡ്രമ്മിലല്ല, ചെറിയൊരു ചട്ടി എന്നൊക്കെ പറയല്ലേ. ചട്ടി അത് 24-24 കവർ ചട്ടിയാണ്, ഒരു പോട്ടാണത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാ ഇപ്പം നിനക്ക് തരാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു മാങ്ങ ഉണ്ട്. അതാ ഇത് പൊട്ടി വീണതല്ല, ഇതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചതാണ്. അന്ന് പിന്നെ നിനക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ അതിപ്പോൾ മാങ്ങ ചെറിയ ചുളിവൊക്കെ പറ്റി. നമുക്കിതൊന്ന് റിവ്യൂ ചെയ്യാം എന്തായാലും. അല്ല ഇതിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ മൂത്ത് പോയി കണ്ടോ, ഇതൊക്കെ മൂത്ത് തുടങ്ങി. പിന്നെ അതേ മാവിൽ തന്നെ ഇപ്പോൾ ഫ്ലവർ വരുന്ന ചെറിയ മാങ്ങകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ട് വരുന്നില്ല. ഇപ്പുറത്തെ മാങ്ങ നോക്കൂ, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒക്കെ സെയിമാണ്, ഇതൊക്കെ സെയിമാണ്, എല്ലാം സെയിമാണ്. ഇതിനകത്ത് മാങ്ങ കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ചെറിയ കണ്ണിമാങ്ങ ഉണ്ട്, അവിടെ ചെറിയ കണ്ണിമാങ്ങ ഉണ്ട്, ഇവിടെ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു മോഹവില പറഞ്ഞിട്ട് കൊടുക്കല്ലേ? അതെ. കാരണം അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? ഞാൻ കാട്ടിമുള്ളിലാണ് ചെറിയ മാങ്ങകൾ വന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഇത് കാട്ടിമൂണല്ലേ? ഇവിടെ ഈ കാട്ടിമൂണിന്റെ കണ്ണിമാങ്ങി വന്നു തുടങ്ങിയിരിക്കുന്നല്ലേ. കാട്ടിമൂണിന്റെ ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ തന്നെ കണ്ടില്ലേ എത്ര പോലെ മാങ്ങയാണെന്ന്. അപ്പോൾ നല്ല റിസൾട്ടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു വെറൈറ്റിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. മാവിന് നമ്മൾ മാങ്ങയ്ക്ക് കാണുന്ന എല്ലാ ആളുകൾക്കുള്ള കംപ്ലൈൻറ്റ് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവും, ലാസ്റ്റ് അത് പുഴുവായിട്ട് പോവും, അല്ലെങ്കിൽ മഴക്കാലത്തേക്ക് പോവും. ഇതിപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കിനും നമുക്ക് മാങ്ങ പഴുത്ത് കിട്ടി കാറ്റിമൂണ്. അപ്പോൾ നിൻ്റെ അടുത്തുള്ള നീ നേരത്തെ പിടിച്ച അതിൽ നിന്ന് ആ മാവ് നിൻ്റെ ഇടത്ത് സൈഡിൽ നിൽക്കുന്ന ആ മാവിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ അറുത്ത് വെച്ചപ്പോൾ പഴുക്കും, അല്ല മാവിൽ നിന്നും പഴുക്കും. മാവിൽ നിന്ന് പഴുത്ത് വരുന്ന ഒരിനാണ്. നമ്മൾ മിയാസാക്കിൻ്റെ ക്വാളിറ്റി പറഞ്ഞ പോലെ തന്നെ ഇതിലും മാവിൽ നിന്ന് കിട്ടും നമുക്ക്. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളായതുകൊണ്ട് ആയിരിക്കാം ഗോൾഡൻ കളറാണ് ഇത് കിട്ടുന്നത്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായിരുന്നു, പക്ഷേ ഇതൊന്ന് ചുളിഞ്ഞു പോയി. ഇപ്പോൾ 4 ദിവസമായില്ലേ വെളിയിൽ വെക്കി, ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി, അത് കാരണമാണ്.
അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പുഴുക്കേട് ഇല്ല, പഴുത്ത് കിട്ടും, നന്നായിട്ട് കായ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ എന്തുകൊണ്ടും മറ്റേ നമ്മുടെ മിയാസാക്കിയുടെ കാര്യം പറഞ്ഞോ അതിൻ്റെയും ഒരുപടി മുന്നിലായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നൊരു മാങ്ങയാണ്. നല്ല എവിടെ നിന്ന് വാങ്ങിച്ചോളൂ, നിങ്ങൾ എവിടെ നിന്നാന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. കാറ്റിമൂൺ നല്ലതാണെന്ന് വിശ്വാസപ്പെട്ട് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കോളൂ. ഇതിന് നമുക്ക് പുഴുക്കേടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ. ഈ മാവിന് ഇത്രയും ഞാനൊരു 2 വർഷമായി നമുക്ക് ഇവിടെ മാങ്ങ കിട്ടാൻ തുടങ്ങി. 2-3 വർഷത്തോളമായി. 1-2 ഒക്കെ ആയിട്ട്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടമാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കഴിക്കാൻ വേണ്ടിയും കിട്ടിയിട്ടുണ്ട്. അതുമാത്രം പ്ലാന്റ് ഉണ്ടായിരുന്നു നമ്മളെ. ഇപ്രാവശ്യം ഇപ്പോൾ അത് നമ്മൾ എല്ലാ സെയിലിനുള്ളതൊന്നുമല്ല. നമ്മൾ അത്ര മോഹലക്കാരിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത്ര താല്പര്യത്തിലും ചോദിക്കുകയാണെങ്കിൽ അറിയുണ്ട്, നമുക്ക് മണ്ണിൽ വെച്ചുണ്ട്, നീ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം പിന്നെ ഒന്നാമത് നമ്മള് സെയിലല്ല, ഒരു ക്രൈസിന്റെ പുറത്ത് വാങ്ങി ഇവിടെ മെയിനായിട്ട് കാണലാണ് ഇതിന്റെ ഏറ്റവും. എല്ലാം കൂടെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് നീ ആരെങ്കിലും ഒരാൾ ഒന്നിച്ച് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു പീസൊക്കെ ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ മാത്രം. അപ്പൊ ഇതിനെന്താ പുഴുക്കേട് വരുന്നില്ല, അതൊരു വലിയൊരു കാര്യം. പിന്നെ നന്നായിട്ട് കായ്ക്കും. പിന്നെ നമുക്ക് പ്ലാന്റിലൊന്നും കെയറിംഗ് ഒക്കെ വളരെ കെയറിങ്, അതായത് ഇതിൽ ഫംഗസിന് മെഡിസിൻ അടിച്ചതായിട്ട് ഒന്നുമില്ല, സാഫ് കാണുന്നുണ്ടോ? ഒന്ന് ക്യാമറ ആയിട്ട് ഡീപ്പായിട്ട് നോക്കിക്കോ. അതായത് അത്രയും കേട് വരാത്ത മാങ്ങ. എന്തുകൊണ്ടും ആളുകൾ കർഷകർക്ക് വെക്കാം. അപ്പൊ അങ്ങനത്തെ എല്ലാം നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലും പറയുന്നില്ല നമ്മളെ തങ്കയത്തിലുള്ള കാറ്റിമൂണ ഒറിജിനൽ ഉള്ളൂ എന്ന് പറയുന്നത്. കൊൽക്കത്തയിൽ നിന്ന് വരുന്ന മാവൊക്കെ ഒറിജിനൽ തന്നെ. പക്ഷേ ഏതെങ്കിലും നഴ്സറിക്കാരുടെ എന്തെങ്കിലും അറിവില്ലായ്മ ഒരു പേരിൽ അങ്ങോട്ടോ മാറിപ്പോയാൽ ചിലപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ ജോലിക്കാർക്കും ഇത് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും എടുത്തു വെക്കുമ്പോഴോ മറ്റു 1-2 ഒക്കെ പീസ് സ്വാഭാവികമാണ് മാറല്. മാനസികമായിട്ടുള്ള ഓരോ തകരാറുകൾ സംഭവിക്കുന്നല്ലാതെ ആരും ഒരാളെയും പറ്റിക്കൂല, ഏത് നഴ്സറിക്കാരാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് കാറ്റിമൂണാണെന്ന് ഏകദേശം വിശ്വാസമുള്ള ഏത് നഴ്സറി നിങ്ങൾ വാങ്ങി ധൈര്യത്തോടെ വാങ്ങാം. നല്ല പ്ലാന്റ് ആണ്, മാങ്ങ അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് അതായത് ഒരു സ്പോട്ടിൽ വെച്ചാലും ഒരു വീട്ടിലുള്ള കുട്ടികൾക്ക് നമ്മളെ മാവിൽ നിന്ന് അറുത്ത് കഴിക്കാനുള്ള താല്പര്യത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഒരു പേടിയും പഠിക്കണം. ഇനിയിപ്പോൾ ഒന്നും വേണം, ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. എൻ്റെ അടുത്ത് നിങ്ങൾ ഇപ്രാവശ്യം ഒരു 500 രൂപയ്ക്ക് ഞങ്ങൾ 600 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റാണ്. ആ പ്ലാന്റ് കൊണ്ടുവച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഇതുപോലെ മാങ്ങണ്ടാവും. ഞാനിപ്പോൾ ഗ്യാരണ്ടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി അതല്ല, ആ മാവ് അടുത്ത വർഷങ്ങൾ ഒരു പോട്ടിൽ വെച്ചിട്ട് എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ 600 2000 രൂപ അങ്ങോട്ട് തരാം. നല്ലൊരു ഓഫറും കൂടിയാണ്. അല്ലാതെ തമാശ പറയും. ഞാൻ ആളുകൾക്ക് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ നമുക്ക് മടിയൊന്നുമില്ല. പക്ഷേ അതിൽ കൂടുതൽ നമ്മളെന്താ ജനങ്ങൾക്ക് ഇതൊരു പറയുമ്പോൾ അത് കാര്യമാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് അത് അത്രയും, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കൂല. അതായത് ഇപ്പോൾ ഒരു 600 രൂപേൻ്റെ പ്ലാന്റ് ഇതുപോലെ പോട്ടിനകത്ത് ഒരു ഹാഫ് ഡ്രമ്മിൽ വെച്ചിട്ട് നല്ല ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത വർഷത്തിൽ എന്താണെങ്കിലും ഒരു 10-20 കുറയാത്ത മാങ്ങ അതിൽ നിന്ന് കിട്ടും. തൊട്ടടുത്ത വർഷം എന്തായാലും ഒരു 50-60 അത് അങ്ങോട്ട് പോകും. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാൾക്ക് അത് കൊടുക്കാൻ തോന്നത്തില്ല. പിന്നെ നമുക്ക് വാങ്ങാൻ തിരിച്ചു തരാൻ കിട്ടില്ല. കാരണം അത്രയും നമുക്ക് ഷുവറാണ്. ഓക്കെ അത്രയും ഷുവറാണ് അതിനകത്ത് ഒരു പേടി. കാരണം നമ്മൾ ഏതാണ്ട് 3 വർഷമായിട്ട് ഇവിടെ മാങ്ങ കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ഏത് നഴ്സറിയിൽ നിന്നെങ്കിലും അവർ വാങ്ങിക്കട്ടെ. ജനങ്ങളെടുത്തതെല്ലാം അത്തരത്തിൽ. പിന്നെ മാവ് താല്പര്യം ഉള്ള ഒരുപാട് ആളുകൾ അവർ ഈ മറ്റേ ഒരുപാട് മാവുകളെ പരിചയപ്പെടുത്തിയിട്ട് യൂട്യൂബിലൂടെ തന്നെ യൂട്യൂബിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി പല ആളുകളും പലതും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകൾ പോയിട്ട് അതിൽ ചാടുക. എന്നിട്ട് അതിൽ ചാടിയിട്ട് എന്താ പറയുക, അവർ വലിയ മറ്റേ എന്താണ് ഓരോ മാവിൻ്റെ പേര് അൽഫോൻസ നല്ലതാണ് അത് വെക്കും, നീലം നല്ലതാണ് മറ്റേത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് കായ്ക്കൂല. ഇത് പണ്ട് പറമ്പിൽ കാഴ്ചിരുന്ന പോലെ ഈ ചെറിയ ചട്ടിയിലൊന്നും കായ്ക്കൂല. പിന്നെ അത്രയും കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് 1-2 ആൾക്കാർ ഇതൊരു കെയറിങ്ങും വേണ്ട, ഒരു കെയറിങ്ങും വേണ്ട. ഞാൻ അത്രയും ഒന്നും വേണ്ട. നീനക്കൊരു തെയ്യാൻ ഇപ്പോൾ ഇവിടെ തരാം. സാമ്പിൾ ജി കൊണ്ടിരുന്ന അടുത്തൊല്ലം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒന്നും കൊടുക്കണ്ട, ഇതൊരു ഒരു എക്സ്ട്രാ വളം കൊടുക്കേണ്ട. സാധാരണ നമ്മൾ വീട്ടിലിപ്പോൾ ഒരു മാവ് വെച്ചിട്ടാണെങ്കിൽ എന്താ ചെയ്തിരുന്നത് പണ്ടൊക്കെ ഒരു തിരി വളപ്പൊടി ഒരാട്ട് കേട്ടോ എന്ത് അത് കൊടുത്താൽ മതി. അത് കൊടുത്തിട്ട് അടുത്ത വർഷം ഇതുപോലെ എനിക്ക് മാങ്ങണ്ടായില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഈ ഷോക്കത്തൊക്കെ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് റിവ്യൂ ചെയ്യും. അത്ര ഷുഗർ കൊടുക്കണ ഗ്യാരണ്ടി. കാരണം അതുകൊണ്ട് ഏത് സാധാരണക്കാരനും വളർത്താം. ഒരു വീട് 5 സെന്റിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 100 കിലോ മാങ്ങ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇത് 10 തൈ കൊണ്ടുവച്ചാൽ 2 വർഷം കൊണ്ടാവും ഞാൻ പറയുന്നു. ഒരു കർഷകന് പിന്നെ വീടിന്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കാം, ആൾക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗമാക്കാം. അതിന് പറ്റിയൊരു ഇനാണത്. അത് കേരളം തെളിയിക്കും, ഉറപ്പാണ്. എനിക്ക് തോട്ടം ചെയ്യുന്നുണ്ട്. എനിക്ക് പെരിന്തൽമണ്ണ ഒരു സ്ഥലം ഒരു ഇതേമാതിരി കുറച്ച് ഒരു 4 ഏക്കറിൽ ഞാനൊരു വില്ലാസിന് വേണ്ടി എടുത്തതായിരുന്നു. അത് പിന്നെ ഞാൻ ആ പ്രോജക്റ്റ് ഒഴിവാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിലിത് പ്ലാൻ ചെയ്യാൻ പോവാം. മിയാസാക്കി ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മളിത് തിരുത്തി കാണിച്ചു കൊടുക്കും.
ഓക്കെ. അധികം വഴുകാതെ നമുക്ക് തന്നെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ കിട്ടും കേട്ടോ. കാരണം അല്ല ഇപ്പൊ നമ്മൾ ഈ മാവുകളൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് നിലത്ത് വെച്ചത് നീ അന്ന് പിടിച്ചില്ല. വേണമെങ്കിൽ ഇപ്പൊ ഇതിനെ ജോയിന്റ് ചെയ്തോ നീ നല്ല മാങ്ങ അതിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കൂടെ ഉള്ളത് മണ്ണിൽ വെച്ചപ്പോ ഇതിന്റെ ഡബിൾ ഉണ്ട്, സൈസും കൂടി പോയി. ഇതിന്റെ ഇതേ ബാച്ചിലുള്ളത് നമ്മൾ മണ്ണിൽ വെച്ചപ്പോ ഭയങ്കര സൈസ് കൂടി പോയിട്ടുണ്ട്. നല്ല മാങ്ങ കാഴ്ചയുണ്ട്. ഇതിന്റെ കൂടെ ചേർക്കാം. ഈ ഇത് കഴിഞ്ഞതിന് ശേഷം അതും കൂടി നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതും അതുപോലെ തന്നെ സീഡ് വളരെ കുറവാട്ടോ. സീഡ് ഈ ഹൈബ്രിഡ് വെറൈറ്റികൾക്കൊക്കെ സീഡ് കുറവാണ്. ഞാൻ ഞെട്ടിയോട് ചേർന്നതാ, കണ്ടില്ല, ഞെട്ടിയായിട്ട് ചേർത്തിട്ടുള്ള പിന്നെ അടുത്ത് സ്മെല്ലും ഒക്കെ പൊളിക്കണോട്ടോ. ഞാൻ പഠിച്ചുതരാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഞാനൊന്ന് നമ്മളെ നേരത്തെ മാവ് ഇതാക്കിയ പോലെ തന്നെ അതിന് ഒരു ഡാർക്ക് മഞ്ഞല്ലായിരുന്നു, ഇതൊരു ലൈറ്റ് മഞ്ഞ. അതിന്റെ ഒരു ഡാർക്ക് ചോപ്പ് കലർന്ന മഞ്ഞയാണ് നമ്മളെ മിയാസാക്കി കണ്ട്. അത്യാവശ്യം ഇതിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള കാമ്പുകളുണ്ട്. പക്ഷെ മിയാസാക്കി അപേക്ഷിച്ച് ചെറിയൊരു നാരുണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കിയാൽ നിങ്ങള് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. ഇക്ക ഒരു എങ്ങനെയുണ്ട്? എന്താ എന്താ പറയാനുള്ളത്? നീ ഒന്ന് കഴിച്ചു നോക്കത്, ഒന്ന് കഴിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും എനിക്ക്. അടുത്ത് അന്ന് പുട്ടി എനിക്ക് ഞാൻ കഴിക്കാൻ കൊടുത്ത പുട്ടി ഇതേപോലെ തന്നെ അതിന്റെ റിവ്യൂ മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. പുടി വന്നൊക്കെ നമ്മളിത് മഴയത്താണ് ഇറക്കുന്നത്, എന്നിട്ട് തന്നെ എന്താ മധുരം? മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട മധുരം, അത്രയും മധുരം. നമ്മളിതുണ്ടോ ഈ പോർഷൻ എടുത്തിട്ട് ഇതിന്റെ തിക്നെസ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് കാണിച്ചിട്ട് കേട്ടോ എത്രത്തോളം ഉണ്ട് ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ. ശർക്കര ഒക്കെ മാറി നിൽക്കും കേട്ടോ, അത്രയും മധുരം കേട്ടോ ഇത് കിട്ടുന്നത്.